ഹായ്, ഞാൻ ധനുശ്രീ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വിമൻസിനും ഒരു ഹാപ്പി വിമൻസ് ഡേ ഞാൻ വിഷ് ചെയ്യാണ്. ഇന്ന് ഞാൻ എനിക്കുണ്ടായ ഒരു അത്രയും ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. മീൻസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഞാൻ ഇന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഉത്സവം കഴിയുന്നതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളല്ലേ, അപ്പോൾ ഭയങ്കര തിരക്കാണ്. അതും കൂടാണ്ട് ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ ക്യൂ കയറിയ സമയത്ത് തന്നെ അവിടെ ക്യൂ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ കൂടെ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ലിസി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവർ മലപ്പുറം എങ്ങാനുമാണ്. ഞങ്ങൾ ലൈൻ നിൽക്കുമ്പോൾ സംസാരിച്ച് പരിചയപ്പെട്ടത്. അതായത് അവരും ഒറ്റയ്ക്കാണ്, ഞാനും ഒറ്റയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്നു. ലൈൻ ക്ലോസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേറെ ഉള്ളിൽ ഞങ്ങൾക്ക് നടേൻ്റെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ പുറമെ നമുക്ക് ചുറ്റി വലം വെച്ച് തൊഴാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് പിന്നെയും ഈ ക്യൂ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, എല്ലാവരും ഗുരുവായൂർ പോയാൽ കണ്ടറിയാം, ഒരു വലിയ ഫാനുണ്ട്. ആ ഫാനിൻ്റെ അവിടെ കുറേ പേര് ഇരിക്കുന്ന സ്ഥലമല്ലേ, അവിടെ ക്യൂ ക്ലോസ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ആൻറ്റിയും കൂടെ നിന്നു. അപ്പോൾ എൻ്റെ പുറകിൽ ആരുമില്ല, ഞാനാണ് ലാസ്റ്റ്. അപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ നിന്നു. അപ്പം ഞാൻ വിചാരിച്ച് ലൈനിന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മീൻസ് നമ്മളങ്ങനെ തള്ളൂലേ, അതായത് ആളുടെ ബാക്കിൽ ആരുമില്ല. അപ്പോൾ തള്ളുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ആളുടെ പാൻറ്റ് റിമൂവ് ചെയ്തിട്ട് ആളുടെ മെയിൻ പാർട്ട് പുറത്ത് നിൽക്കുകയാണ്. പുറത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ നേരെ മീൻസ് ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയത് ഞാൻ കണ്ട് ഷോക്കായിട്ട് ഞാൻ എന്താടാ എന്താ ഒരു നായെന്നാണ് ഞാൻ വിളിച്ചത്, എന്താടാന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ അവനെ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ കൊതറി ഓടി. അതായത് ഒരു സിഗ്സാക്ക് പോലെ അവൻ ഓടിപ്പോയി. എനിക്കാണെങ്കിൽ പിടിച്ച് അടിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ ഷോക്കിൽ. അപ്പോഴത്തേക്ക് എല്ലാവരും എന്താ കുട്ടി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെന്നും പറയാൻ പറ്റുന്നില്ല. നമുക്ക് ചില ഒരു മൊമെൻറ്റിൽ നമ്മൾ സ്റ്റക്കായി പോകും. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അയാൾ വൃത്തികേട് കാണിച്ചിപ്പോൾ ഇവിടെ നിന്നോ. അപ്പോൾ പറഞ്ഞു, അയ്യോ ഈ അമ്പലത്തിൽ നിന്നോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഗുരുവായൂർ പോലത്തെ ഒരു വലിയ അമ്പലത്തിൽ നിന്നാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അങ്ങനെ ഞാൻ നോക്കുന്ന ടൈമിൽ എനിക്ക് പിന്നെ ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചടിക്കണം, അതൊരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്നാമത് കുറേ ട്രോമാസിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ട്രോമയും കൂടി എനിക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇയാൾ എന്തൊക്കെ വന്നാലും ഇയാളെ പിടിച്ച് ഒന്നിടിക്കണം, അത്രയും ഞാൻ വിചാരിച്ച് നിൽക്കുക. അങ്ങനെ എനിക്കാണെങ്കിൽ അപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള ആൻറ്റി പറഞ്ഞു, ഇല്ല കുട്ടിയെ കിട്ടൂല, അവൻ ഇനി എവിടെ